ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണേ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രോഷേ എന്ന് പറയും. ഏകദേശം എല്ലാവർക്കും അറിയാൻ സാധ്യതയുണ്ടോ എന്നെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ ഒരു പരിപാടിയെ പറ്റി പഠിച്ചത്. ഞാൻ ശങ്കരിക്കുഞ്ഞിന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് സ്പെഷ്യലായിട്ട് ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നൊരു ആഗ്രഹത്തിൽ നിന്ന് തുടങ്ങിയതാണ് ക്രോഷേ. ഈ കമ്പിളി നൂലുകൊണ്ട് തൊപ്പി, ബാഗ്, ഡ്രസ്സ്, പിന്നെന്താ ഷൂസ്, ചപ്പൽ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നതാണ് പരിപാടി. ഈ യാണും ഇതിൻ്റെ ഹുക്കും ഒക്കെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഞാൻ ആദ്യം പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സിലാണ് വാങ്ങിച്ച് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ മിക്സ് ആയിട്ടുള്ള റെയിൻബോ മിക്സിൽ ഈ യാൺ വാങ്ങിച്ചത്. ഇത് വളരെ ചീപ്പായിട്ടുള്ള എമൗണ്ടിന് തന്നെ നമുക്ക് മീഷോയിലൊക്കെ കിട്ടും കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല യാൺ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഈ ഹുക്കും ഒരു സെറ്റ് ഒരു കിറ്റായിട്ട് വാങ്ങിച്ചായിരുന്നു. ഒരു 10 ഹുക്ക് 10 സൈസിലുള്ള ഒരു കിറ്റും വാങ്ങിച്ചു. വേറെ കുറേ ടൂൾസൊക്കെ ഇതിന് യൂസ് ചെയ്യാറുണ്ട്. ഞാനതൊന്നും വാങ്ങിച്ചില്ല. ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ ബിഗിനിങ് സ്റ്റേജ് അല്ലേ, അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ തന്നെ മതി. ഇതൊക്കെ വെച്ചൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സംഭവം അടിപൊളിയാണ്. ഞാൻ 101% സജസ്റ്റ് ചെയ്യാം കേട്ടോ. സമയമുള്ളവർ, കുറച്ചിങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ പരിപാടിയാണ്. നമ്മൾ വെറുതെ നമ്മുടെ സമയം TV കണ്ടോ അങ്ങനെയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലെ റീൽസും അതും ഇതൊക്കെ അല്ലേ. വെറുതെ അങ്ങനെ സമയം കളയാതെ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്ത് തീരുമ്പോൾ നമുക്ക് 100% സാറ്റിസ്ഫാക്ഷനും കിട്ടും. നമുക്ക് തന്നെ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാനും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കുമോ? നമുക്ക് നോക്കാം. ശങ്കരിക്ക് വേണ്ടിയാണ് ഞാൻ ഈ പരിപാടി പഠിച്ചതെങ്കിലും ഇപ്പം ഞാനിത് ചെയ്യുന്നത് എൻ്റെ നെയ്ബർ മിനി ആൻറ്റിയുടെ കൊച്ചുമോൾക്ക് വേണ്ടിയാണ്. ദിലു. അവൾ കാനഡയിലേക്ക് പോവുക. അച്ഛനും അമ്മയും മോളുമായിട്ട് അങ്ങോട്ട് അവർ മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മുടെ കൈകൊണ്ടുണ്ടാക്കി ഓർമ്മയ്ക്കായിട്ട് കൊടുത്തു വിടുമ്പോൾ അതൊരു പ്രത്യേക ഫീലിംഗ് അല്ലേ. എനിക്ക് അങ്ങനത്തെ കുറച്ച് ത്രില്ലൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ക്രോഷേ ഞാൻ വീണ്ടും പറയാം, എല്ലാവരും പറ്റുന്നത് പോലെ എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. അടിപൊളി ഒരു ഹോബി തന്നെയാണ്. ഇത് ചെയ്തു തുടങ്ങിയാൽ സംടൈംസ് ഇത് ഭയങ്കര അഡിക്റ്റീവാണ്. നമ്മൾ ഉറക്കമില്ലാതെ ഭക്ഷണം കഴിക്കാതെ ഒക്കെ ചെയ്തു പോകും. എനിക്കിപ്പോൾ ബേബി ഉള്ളതുകൊണ്ട് പലപ്പോഴും എനിക്ക് അതൊരു അലാമിങ് കോളായിട്ട് വരും. എന്നാലും അവളില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ 24/7 പോലും ഇത് ചെയ്തേനെ. അത്രയ്ക്ക് അഡിക്റ്റീവായിട്ട് ചില സമയത്ത് മാറാറുണ്ട്. ചെയ്യുന്നവർക്കറിയാം. കമൻറ്റ് ചെയ്യണേ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ശങ്കരിക്ക് ഒരു ഷൂവോ ചപ്പലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്നുള്ളൊരു ആശയത്തിൽ തുടങ്ങിയതാണെങ്കിലും ദിലുക്കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും എനിക്ക് സൈസിലും വ്യത്യാസമുണ്ട്. പിന്നെ മാത്രമല്ല ഈ ഷൂവിൻ്റെ പരിപാടി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയില്ല. ബിഗിനിങ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഈ ഒരു സ്റ്റിച്ചും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ടെക്നിക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട്, അതൊക്കെ കണ്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ എന്നാലും ബിഗിനേഴ്സിന് ഈ ബീനി, ഈ തൊപ്പിക്ക് പറയുന്ന പേരാട്ടോ ബീനി എന്ന്, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണേ. ഈ ബീനിയാണ് ബിഗിനേഴ്സിന് കുറച്ചും കൂടി എളുപ്പം എന്ന് മനസ്സിലായി. ഇതിൻ്റെ കുറച്ച് ടെക്നിക്സൊക്കെ ഉണ്ടല്ലോ, സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്താൽ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നെ ഇനിയിപ്പോൾ ചെയ്ത് പഠിച്ച് വരുമ്പോൾ നമുക്ക് വേറെ ഓരോരോ പ്രോജക്ട്സൊക്കെ ചെയ്യാമല്ലോ. അമ്മുവിൻ്റെ കുഞ്ഞുനാളിലെ ഒരു ടെഡ്ഡിയാട്ടോ. അവൻ എന്തായാലും വെച്ച് കൊടുത്ത് പരീക്ഷിച്ചു. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. അതിനുശേഷം ഞാൻ പിന്നെ ചെറിയ ലെറ്റേഴ്സൊക്കെ എഴുതി അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. വെറുതെ തൊപ്പിയായിട്ട് കൊടുത്താൽ ഒരു രസമുണ്ടോ? തൊപ്പി ഓൾറെഡി അവൾ കണ്ടത് അതിലു അവളുടെ തലയുടെ സൈസൊക്കെ എടുത്ത സമയത്ത്. അതുകൊണ്ട് തൊപ്പി മാത്രം കൊടുത്താൽ അതിൽ വലിയ സർപ്രൈസ് എലമെൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാനത് കുറച്ച് കാര്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. പ്രസൻറ്റേഷനിലെങ്കിലും കുറച്ച് സർപ്രൈസ് കൊണ്ടുവരാമല്ലോ. അങ്ങനെ ഞാൻ ചെറിയ കുറച്ച് അവളോട് പറയാനുള്ള മെസ്സേജസൊക്കെ എഴുതി. പിന്നെ കുറേ ലിറ്റിൽ ഹാർട്ട്സൊക്കെ വാരി അങ്ങ് വിതറി. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം മുതലേ ഈ അസൈൻമെൻറ്റ് പ്രോജക്റ്റൊക്കെ വരുമ്പോൾ അത് മാക്സിമം അലങ്കരിക്കുക എന്നുള്ളതൊരു രസമായിരുന്നേ. അമ്മുക്കുട്ടിക്കും ഞാനായിരുന്നു പ്രൊജക്റ്റൊക്കെ അലങ്കരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ കഴിവൊക്കെ ഞാൻ ഇവിടെ അങ്ങ് പുറത്തെടുത്തു. ഒരു ലെറ്റർ അകത്തും ഒരു ചെറിയ മെസ്സേജ് പുറത്തുമൊക്കെ ആയിട്ട് ഒട്ടിച്ചു വെച്ചു. പിന്നെ ഒരു കിസ്സിങ് ഇമോജിയുടെ ഒരു ചെറിയ ബലൂണൊക്കെ വീർപ്പിച്ചു. പിന്നെ ഒരു റിബണും കെട്ടി. അപ്പോൾ ലോങ് വെയിറ്റഡ് മൊമെൻ്റ് ആണ്. നമുക്ക് നമ്മുടെ ദിലുക്കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് വരാം. അങ്ങനെ ഞാനും ശങ്കരി കുഞ്ഞും കൂടെ ഗിഫ്റ്റൊക്കെ ആയിട്ട് റെഡിയായി. ദിലുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണേ. തൊട്ടപ്പുറത്തെ വീടാണേ. ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഗിഫ്റ്റും കൊണ്ട് വരുന്നുണ്ട്, ഒരുങ്ങി സുന്ദരിക്കുട്ടിയായിട്ട് നിൽക്കണേന്ന്.
ഇതിപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ പോയിട്ട് എനിക്ക് സർപ്രൈസ് ആയ അവസ്ഥയായേ. ഞാനൊരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തപ്പോൾ അവർ ശങ്കരിക്കുഞ്ഞിനൊരു നല്ല ഉടുപ്പ് ഇങ്ങോട്ട് തിരിച്ച് ഗിഫ്റ്റ് തന്നു. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ വലിയ സർപ്രൈസ് ഒന്നും അവളുടെ മുഖത്ത് കണ്ടില്ല. കാര്യം അവൾക്ക് സാധനം എന്തായിരുന്നെന്ന് നേരത്തെ അറിയായിരുന്നു. പിന്നെ അതിൻ്റെ പാക്കേജിങ്ങിലൊക്കെയാണ് ഞാൻ കുറച്ച് സർപ്രൈസ് എലമെൻ്റൊക്കെ കൊടുത്തത്. അപ്പോൾ അവൾക്ക് ആ കളർ പേപ്പറും ബലൂണും ഒക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എങ്ങനെയുണ്ട് ദിലിക്കുട്ടിയുടെ പാട്ട്? അങ്ങനെതാ എല്ലാം പാക്ക് ചെയ്ത് അവൾ അമ്മയുടെ കൂടെ കാനഡയ്ക്ക് പോയി. ചക്രമുത്തേ, ലവ് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.